പാളി ഗൈസ്. സത്യത്തിൽ പറഞ്ഞ പ്ലാനിൻ്റെ കുറച്ച് അപാകതകൾ കാരണം ട്രെയിനും കിട്ടിയില്ല. ഇവിടെ ഇപ്പം നിറച്ച ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പം എൻ്റെ ഇൻസെക്യൂരിറ്റി കുറച്ച് മാറ്റാൻ വേണ്ടി വ്ളോഗിങ് ഞാൻ ക്യാമറ ഓൺ ആക്കിയത്. നിനക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടോ? നിനക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടോ? ഇപ്പം നമ്മളുള്ളത് എവിടെയാ? നമ്മളെവിടെ ഗൈസ്? നമ്മളെവിടെയാന്ന് പോലും നമുക്കറിഞ്ഞൂടാ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ലോങ് വീക്കെൻഡാ. അപ്പോൾ ഈ ലോങ് വീക്കെൻഡിൽ സാധാരണ എല്ലാവരും അറ്റ്ലീസ്റ്റ് ഒരു മാസം മുന്നെങ്കിലും പ്ലാനൊക്കെ ചെയ്ത് എവിടെയെങ്കിലൊക്കെ പോകുന്നതായിരിക്കും. പക്ഷെ നമ്മൾ കുറച്ച് ഇമ്പൾസീവും നമുക്ക് പ്ലാനിങ് തീരെ ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ഇന്നിപ്പോൾ രാവിലെ 9:30 എണിച്ചു. 9:30 എണിച്ച് കഴിഞ്ഞിട്ട് നമ്മള് എന്നാ ഇനി നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാന്ന് വിചാരിച്ചത്. ഇപ്പൊ എങ്ങോട്ടേക്കോ ഇറങ്ങാം. അതല്ല, നമ്മള് പോവാ വിചാരിച്ച സ്ഥലത്ത് റൂം നോക്കിയപ്പോ എവിടെ റൂമേ ഇല്ല. ഒരു സ്ഥലത്ത് റൂം ബുക്ക് ചെയ്യാൻ പോലും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ എങ്ങോട്ടാന്ന് നമുക്ക് വലിയ പിടിയൊന്നുമില്ല. അതെ, എന്തായാലും വൈകിട്ട് ആകുമ്പോഴേക്കും തിരിച്ചു വരണം. കാരണം റൂമൊന്നും കിട്ടാത്തതുകൊണ്ട് ഇനി മിറായ കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനും പറ്റില്ല. അതെ, അപ്പൊ എന്തായാലും നമ്മൾ ഇനി എങ്ങോട്ടാ പോണേന്ന് നമ്മൾ പയ്യെ ഓരോരോ സ്ഥലത്ത് എത്തുമ്പോ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളുള്ളത് എവിടെയാ? ഇപ്പൊ നമ്മൾ എവിടെയാ അറിഞ്ഞൂടാ ഗൈസ്. നമ്മൾ എവിടെയാന്ന് പോലും നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂറായപ്പോൾ നമ്മൾ എന്നാ ഇനി വ്ളോഗ് ചെയ്യാം. ഇനി എന്താ സംഭവിക്കാൻ പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പൊ വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. സ്നാക്സ് എവിടെ? അമ്മ സ്നാക്സ് ഒക്കെ കാണിച്ചേ. ഇതെന്താ? ഡൊറിറ്റോസ്, കുറച്ച് സ്നിക്കർ പോഡ്സ്, പിന്നെ കുറച്ച് വെള്ളം. ഇത്ര ഇപ്പൊ തൽക്കാലം വാങ്ങിച്ചിട്ടുള്ളൂ. ഡൊറിറ്റോസ് ഉണ്ട്, സ്നിക്കർ പോഡ്സ് ഉണ്ട്, മാസ് പോഡ്സ് ഉണ്ട്. അമ്മയുടെ ഉണ്ട്. അമ്മ ഇന്നലെ അവലോസ് ഉണ്ട ഉണ്ടാക്കി. അമ്മയ്ക്ക് മധുരം കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മ ഇന്നലെ അവലോസ് ഉണ്ട ഉണ്ടാക്കി. മിറായ ഹായ് പറയൂ. ഇപ്പൊ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. നമ്മളിപ്പോ പേർത്തുനിന്ന് ഒരു അരമണിക്കൂറായല്ലേ? നമ്മൾ അരമണിക്കൂറായി പേർത്തുനിന്ന് ഇപ്പൊ ഇറങ്ങിയിട്ട്. അപ്പൊ ഇനി നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണിത് ക്യാമ്പർ വാൻ ലൈഫ്. ഇവിടെ ഓസ്ട്രേലിയയിൽ മിക്കവരും ലോങ് വീക്കെൻഡ് ഒക്കെ ആകുമ്പോഴേക്കും ഇങ്ങനെ ഒരു ക്യാമ്പർ വാൻ ഒക്കെ എടുത്തിറങ്ങും. നമ്മൾക്കും ഇറങ്ങണ്ടേ? നമ്മളുടെ പോലത്തെ ആൾക്കാർക്ക് പറ്റിയ സാധനമാണ് ഇങ്ങനത്തെ ക്യാമ്പർ വാൻ എടുക്കുന്നത്. കാരണം ഇങ്ങനത്തെ ഇമ്പൾസീവ് പ്ലാൻസും പ്ലാനിങ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ക്യാമ്പർ വാൻ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയി എവിടെ വേണമെങ്കിലും പോയി നിൽക്കാമല്ലോ. അപ്പൊ നിങ്ങളെല്ലാരും മനസ്സിലാക്കുന്നത് കല്യാണം കഴിഞ്ഞ് കുറച്ചൊക്കെ പ്ലാനിങ് വേണം അല്ലെ? കല്യാണത്തിന് മുന്നേ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ കുറച്ചുകൂടി പ്ലാനിങ് ഉണ്ടെങ്കിലേ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടന്നു വരുള്ളൂ. നടത്തണം. പക്ഷെ അത് എത്രത്തോളം നടക്കും നമുക്കിപ്പോ കണ്ടറിയാം. അമ്മ പറയുന്ന എന്റെ ഈ ജാക്കറ്റ് ആണ് നല്ല കോമാളി ആയിട്ടുണ്ട്. നിങ്ങൾ പറ, നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ തോന്നണേ? ഏത് സിനിമ? തല്ലുമാല. തല്ലുമാലല്ല, ഒരു വെള്ളക്കാരിന്റെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഗപ്പിയ. കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. അതിലിട്ട പോലത്തെ ആക്കാനൊക്കെയായിരുന്നു ഉദ്ദേശം. പക്ഷേ ഇത് ആക്ച്വലി ടൊവിനോ വാങ്ങി തന്നതായിരിക്കും. അതെ, ടൊവിനോ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്ന നാട്ടിലത്തെ ബ്രാൻഡില്ലേ, എന്താ നോർത്ത് റിപ്പബ്ലിക്, അതിന്റെ അത്. അപ്പൊ ഞാൻ ഗൈസ് ടൊവിനോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മളിപ്പോ ബസൽട്ടൺ ജെറ്റിയില. അല്ല കുഞ്ഞു, നീ പറ, എന്താണ് ബസൽട്ടൺ ജെറ്റിയുടെ പ്രത്യേകത? ഗൂഗിള് നോക്കി എന്തൊക്കെയോ അതാണ് സ്ഥലം. അമ്മ അതാണ്ട ഈ ജെട്ടി ഇവിടുന്ന് തുടങ്ങിയിട്ട് അപ്പൊ ഈ ജെട്ടി ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങറ്റം വരെ ഉണ്ട്. ആ കാണുന്ന പോയിന്റ് ഉണ്ടോ? അവിടെ വരെ ഉണ്ട്. എനിക്കുള്ള ഏറ്റവും വലിയ ഇൻസെക്യൂരിറ്റി ആൾക്കാരുടെ മുന്നിൽ വ്ളോഗ് ചെയ്യാന്നുള്ളത്. ഇവിടെ ഇപ്പൊ നിറച്ച ആൾക്കാരുണ്ട്. ഞാൻ ഇപ്പൊ എന്റെ ഇൻസെക്യൂരിറ്റി കുറച്ച് മാറ്റാൻ വേണ്ടി വ്ളോഗിങ് ഞാൻ ക്യാമറ ഓൺ ആക്കിയതാ. നിനക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടോ?
നിനക്ക് ഇൻസെക്യൂരിറ്റി ഉണ്ടോ? നിനക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഇല്ല? എന്നാ നീ ഒന്ന് വ്ലോഗ് ചെയ്ത്. അമ്മ, അമ്മയ്ക്ക് എന്താ ഈ ജെട്ടിനെ പറ്റി പറയാനുള്ളത്? ഞാൻ ആദ്യമായിട്ട് കാണാം. അമ്മയ്ക്ക് ഇതിനെ പറ്റി രണ്ട് വാക്ക് പറയാനുണ്ടോ? നമുക്ക് രണ്ടുപേർക്ക് ഇപ്പൊ പറയാൻ വാക്കുകൾ ഞാൻ നാളെ ഗൂഗിൾ ചെയ്ത് നോക്കിട്ട് പറയാം. നിന്നെ പോലെ മിരായ രണ്ട് വാക്ക് പറയാ. ഓക്കെ ഗൈസ്, നമ്മൾ ഇനി ട്രെയിൻ ഉണ്ടോ നോക്കട്ടെ. ഇവിടെ ഒരു ട്രെയിൻ ഉണ്ട്. ട്രെയിനിന്റെ എന്തോ ട്രെയിനിന്റെ പൊടി പോലെ ഇപ്പൊ കാണുന്നു. ചെറുതായിട്ട് പണി പാളി ഗൈസ്. ട്രെയിനിൽ ഞങ്ങൾക്കിപ്പോ ഈ ജെട്ടിയിലുള്ള ട്രെയിൻ കാണിച്ചു തരാം. അതിലേക്ക് പോവാനുള്ള ഒരു പ്ലാനിലായിരുന്നു നമ്മള്. പക്ഷെ നമ്മള് തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്ലാനിങ്ങിന്റെ കുറച്ച് അപാകതകൾ കാരണം ട്രെയിനും കിട്ടിയില്ല. ഇപ്പൊ നമ്മൾക്കിപ്പോ ലിറ്ററലി നടക്കേണ്ടി വരെ ഈ ജെട്ടിയുടെ മേൽക്കൂടെ. 1.5 കിലോമീറ്റർ ഉണ്ട് ഈ ജെട്ടിയുടെ ലെങ്ത്. ഇതാണ് ഞാൻ പറഞ്ഞ ട്രെയിൻ. അപ്പൊ ഈ ട്രെയിൻ അമ്മ മാറിക്ക്, അല്ലെങ്കിൽ ട്രെയിൻ കൊണ്ടുപോകും. ഇതാണ് ട്രെയിൻ. ഇതാണ് ഗൈസ്, ഇതാണ് ശരിക്കും ഇവിടുത്തെ എക്സ്പീരിയൻസ്. ഇത്രേ ഉള്ളൂ അല്ലേ കുഞ്ഞു? പിന്നെ ഒരു അണ്ടർ വാട്ടർ ഒബ്സർവേറ്ററി ഉണ്ട്. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം അക്വേറിയത്തിൽ പോയതുകൊണ്ട് പിന്നെ അവിടെ പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പോ എനിക്ക് തോന്നുന്നു ഇന്നത്തെ വ്ളോഗിലേക്കുള്ള കോണ്ടന്റ് ഇത്ര ഉള്ളൂ എന്ന് തോന്നുന്നല്ലേ. സോറി ഗൈസ്. വീണ്ടും എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ആയിട്ട് തിരിച്ചു വരുന്നവരെ നമുക്ക് നല്ലൊരു ബ്രൂവറിയിൽ പോവാം. ഇനി ബ്രൂവറിയിലും ബുക്ക് ചെയ്യേണ്ടി വരും. വേറെ ഒന്നും നടന്നില്ലെങ്കിൽ ഫുഡ് എന്തായാലും കഴിക്കാൻ പോവാ. നമ്മളപ്പോ ഇവിടെ ഫുഡ് കഴിക്കാൻ വന്ന അമ്മയൊക്കെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ട്. നമുക്കിനി എന്തായാലും അങ്ങോട്ടേക്ക് പോവാം. അവരെ എവിടെയാണ് ഇരിക്കണേ നോക്കട്ടെ, കണ്ടുപിടിക്കട്ടെ ഗൈസ്. കണ്ടുപിടിച്ചു. അമ്മ എങ്ങനെയുണ്ട് ഈ സ്ഥലം? ജാം പാക്ഡ്. ഇവിടെ മൊത്തം ആൾക്കാരാ അല്ലേ? എന്ത് തിരക്കാ അവിടെ. ഗൈസ്, നമ്മളിത് ട്രൈ ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ടാണ് ഓയിസ്റ്റേഴ്സ് ട്രൈ ചെയ്യണത്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇത് കഴിക്കുന്നത്, പക്ഷെ എനിക്കിത് കഴിക്കാനുള്ള ധൈര്യം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ അമ്മയും കൂടെ കമ്പനിക്ക് ഉള്ളതുകൊണ്ട് ഞാനിത് ട്രൈ ചെയ്യാൻ പോവാം. താങ്ക് യു. ഇത് തുറന്നു തന്നെ കുഞ്ഞു, കഴിക്കട്ടെ. ഇതെന്ത് സോസ്? ഇതെന്തോ ചില്ലി സോസാ. ഓക്കെ, അത് ഷെല്ലോടെ കഴിക്കരുത് കേട്ടോ. ഒരെണ്ണെടുക്ക് എന്നിട്ട് സക്ക് ചെയ്ത് കഴിച്ചാൽ മതി. വാ വലിച്ചിട് കഴിക്കേ. കുഞ്ഞിനി എൻ്റെ അടുത്ത് ഞാൻ നോക്കട്ടെ. ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്താ ഒരു വ്യത്യാസമില്ലല്ലോ മുഖഭാവം. ഓർഡർ ചെയ്യണ്ടായിരുന്നു. ഓയിസ്റ്റർ എന്തായാലും ചീറ്റി പോയി. എനിക്കും ഇഷ്ടപ്പെട്ടില്ല, അമ്മയ്ക്കും ഓയിസ്റ്റർ ഇഷ്ടപ്പെട്ടില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര മീനിന്റെ ടേസ്റ്റ്. ഞാൻ ഇത്രയും ഒരു റോ ഫിഷിന്റെ ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല. ഞാൻ സൂഷി കഴിക്കുന്ന പോലൊക്കെ ഞാൻ വിചാരിച്ചത്, പക്ഷെ സൂഷിനാലും ഭയങ്കര റോ ഫിഷിന്റെ ടേസ്റ്റാണ്. എന്തായാലും നമുക്ക് ഒരു ഡെസ്റ്റിനേഷനോട് ഇനി പോവാണ്ട്.
അങ്ങനെ നമ്മൾ ഈ പ്ലേസും കവർ ചെയ്തു. ഒരു ചെറിയൊരു പ്രശ്നമുള്ളൂ, നമ്മൾ വിചാരിച്ച പോലെ കാണേണ്ട സ്ഥലം കാണാൻ പറ്റിയില്ല. നമ്മൾ ഈ ലൈറ്റ് ഹൗസിന് മേളിൽ ഈ മൊത്തം ഏരിയ കാണാമെന്ന് വിചാരിച്ചതാ, പക്ഷേ നമ്മൾ കുറച്ചധികം ലേറ്റായിപ്പോയി. എന്നാലും അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അറ്റ്ലീസ്റ്റ് എഫേർട്ട് ഇട്ട് വീട്ടിൻ്റെ പുറത്ത് ഇറങ്ങിയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റി. നമ്മൾ ഇന്ന് എന്തൊക്കെ ചെയ്തു? ജെട്ടിയിൽ പോയി നല്ല അടിപൊളി ലഞ്ച് കഴിച്ചു, ഓയിസ്റ്റേഴ്സ് ട്രൈ ചെയ്തു, 2.5 മണിക്കൂർ നല്ല അടിപൊളി ഡ്രൈവ് ഉണ്ടായി. ഇപ്പോൾ നമ്മളിത് ഇവിടുത്തെ ലൈറ്റ് ഹൗസിലും എത്തി. അപ്പോൾ നമ്മളിനി സൺസെറ്റ് ഒക്കെ കണ്ടിട്ടായിരിക്കും വീട്ടിലേക്ക് പോണേ. സൺസെറ്റ് കാണാൻ സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ പുറത്തേക്ക് ഇറങ്ങി ഈ ഭംഗിയൊക്കെ ആസ്വദിക്കുക.